അഡോബി ഇല്ലുസ്ട്രേറ്ററിനെ പറ്റി എല്ലാ കാര്യങ്ങളും പഠിപ്പിക്കുന്ന ഒരു വീഡിയോ സീരീസിലെ ഒരു എപ്പിസോഡാണിത്. ഈ സീരീസിൽ വരുന്ന എല്ലാ വീഡിയോസും ഞാൻ ഒരു പ്ലേലിസ്റ്റായിട്ട് ക്രിയേറ്റ് ചെയ്ത് ഇവിടെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്കായിട്ടും അതുപോലെ തന്നെ ഐ ബട്ടണിലും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ലിക്വിഫൈ അതുപോലെ തന്നെ ഡിസ്റ്റോർട്ട് എന്ന് പറയുന്ന കുറച്ച് ടൂൾസാണ്. അപ്പോൾ നമുക്ക് അതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, അത് എങ്ങനെയൊക്കെയാണ് യൂസ് ചെയ്യേണ്ടതെന്നുള്ളത് പോയി നോക്കാം. നമുക്ക് ലിക്വിഫൈ ആൻഡ് ഡിസ്റ്റോർട്ട് ടൂൾസ് നോക്കാം. അപ്പോൾ അതിന് ആദ്യം നമുക്കൊരു കളർ സെലക്ട് ചെയ്ത് കൊടുക്കാം. ഇവിടെ നിന്നൊരു ഈ ഒരു കളർ ഞാൻ സെലക്ട് ചെയ്യാം. ഈ ടൂൾസ് വരുന്ന ലിക്വിഫൈ ആൻഡ് ഡിസ്റ്റോർട്ട് ടൂൾസ് വരുന്നത് വിഡ്ത്ത് ടൂളിൻ്റെ കൂടെ ആയിരിക്കും, ആ ഗ്രൂപ്പിലായിരിക്കും വരുന്നത്. അപ്പോൾ വിഡ്ത്ത് ടൂളിൽ റൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ടൂൾസ് എല്ലാം കാണാനായിട്ട് പറ്റും. അപ്പോൾ ഇതിൽ ഓരോന്നായിട്ട് നമുക്ക് നോക്കാം. ആദ്യം അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ മൊത്തം 1 2 3 4 5 6 7 എണ്ണം ഉണ്ട്. അപ്പോൾ 7 സർക്കിൾ നമുക്ക് വരയ്ക്കാം. ഏത് ഷേപ്പിൽ വേണോ നോക്കാം. നമ്മളിപ്പോൾ ജസ്റ്റ് ഇത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് കാണിക്കാൻ വേണ്ടി ഒരു 7 സർക്കിൾ ഇവിടെ വരയ്ക്കാം. ഓക്കെ, എൻ്റെ സ്ട്രോക്ക് ഞാൻ ഡിലീറ്റ് ചെയ്തേക്കാം. സ്ട്രോക്ക് 2 കൊടുത്തേക്കാം. ഇനി നമുക്ക് ഓരോ ടൂൾസായിട്ട് നോക്കാം. വിഡ്ത്ത് ടൂളിൽ വന്നിട്ട് വാർപ്പ് ടൂൾ എന്ന് പറയുന്ന സംഭവം നോക്കാം. ഇതിൽ നമ്മൾ ഈ സെലക്റ്റഡ് ആയിരിക്കണം എന്നില്ല, നമ്മളൊന്നും സെലക്ട് ചെയ്തില്ലെങ്കിലും ഏതിൽ ക്ലിക്ക് ചെയ്യുന്നോ അത് വർക്ക് ചെയ്തോളും. അപ്പോൾ നമ്മൾ വാർപ്പ് ടൂൾ എന്നുള്ള എടുത്തിട്ട് ഇതിൽ നമുക്ക് യൂസ് ചെയ്ത് നോക്കാം. ഇതിങ്ങനെ കണ്ടില്ലേ, ഇങ്ങനെ ഒഴുകി ഇറങ്ങണ പോലത്തെ ഒരു സംഭവം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ടൂള് ഉപയോഗിക്കുന്നത്. ഇതിലിത്രേ ഉള്ളൂ കാര്യങ്ങൾ. ഇതിൽ ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ ഇൻറ്റൻസിറ്റി, ഇതിപ്പോൾ വർക്ക് ചെയ്യുന്നതിൻ്റെ അതിൻ്റെ ഒരു തീവ്രത, അതാണ് ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ അത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അതേപോലെ ഇതിൻ്റെ ഈ ബ്രഷിൻ്റെ സൈസ്, ഹൈറ്റ്, വിഡ്ത്ത്, നമ്മളിപ്പോൾ ഇത് 20യും വിഡ്ത്ത് 20യും ഹൈറ്റ് 100 ആക്കി വെച്ച് കഴിഞ്ഞാൽ, അതേപോലെ ഇൻറ്റൻസിറ്റി ഞാൻ 100 കൊടുക്കാം. ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ കണ്ടില്ലേ, സൈസ് നമ്മൾ ആ കൊടുത്തനുസരിച്ച് മാറും. ഇൻറ്റൻസിറ്റി 100 കൊടുത്തുകൊണ്ടാണ് അത്രയും ഇതായിട്ട് വർക്ക് ചെയ്യുന്നത്, അത്രയും ഇൻറ്റൻസ് ആയിട്ട് വർക്ക് ചെയ്യുന്നത്. അത് നമ്മളുടെ ആവശ്യം അനുസരിച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് വയ്ക്കാം. ഇനി അടുത്ത ടൂളൊന്ന് നോക്കാം. 12 ടൂൾ എന്നാണ് പറയുന്നത്. അതിനൊന്ന് ഞാൻ ഡബിൾ ക്ലിക്ക് ചെയ്ത് അതിൻ്റെ ഇൻറ്റൻസിറ്റി നമുക്കൊരു 50 ആക്കി വയ്ക്കാം. ഇത് 100 തന്നെയാണ് നോട്ടെ. ഇനി ജസ്റ്റ് ഇവിടെ ഞാൻ ക്ലിക്ക് ചെയ്ത് ഹോൾഡ് ചെയ്യാം. കണ്ടില്ലേ, ക്ലിക്ക് ചെയ്ത് ഹോൾഡ് ചെയ്ത് ഡ്രാഗും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതാ ഇങ്ങനെ ഒരു എഫക്റ്റ് കിട്ടും. ഇതും സെയിമാണ്. ഇതിൽ ഇൻറ്റൻസിറ്റി അഡ്ജസ്റ്റ് ചെയ്യാം, സൈസ് അഡ്ജസ്റ്റ് ചെയ്യാം, എല്ലാം ചെയ്യാൻ പറ്റും. അതേപോലെ അടുത്ത ടൂൾ നമുക്ക് നോക്കാം, പക്കർ ടൂൾ. അതാണെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ആ ക്ലിക്ക് ചെയ്ത പോയിൻറ്റിലോട്ട് ചുറ്റുമുള്ളത് ഇതായിട്ട് വരും, അട്രാക്റ്റായിട്ട് വരുന്ന പോലെ. ഇത് 50% ഇൻറ്റൻസിറ്റിയിൽ തന്നെ ഇത് നല്ല രീതിയിൽ വർക്ക് ചെയ്യണുണ്ട്. അപ്പോൾ അത് നമ്മൾ കുറച്ച് ഇട്ടിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടെ സ്ലോയിലായിരിക്കും ഇത് വരുന്നത്. നമ്മൾ ഏത് പോയിൻറ്റിലാണോ വെച്ച് ക്ലിക്ക് ചെയ്ത് ഹോൾഡ് ചെയ്യുന്നത് അങ്ങോട്ടിത് അട്രാക്റ്റായിട്ട് വരുന്ന പോലെയാണ്. ഇപ്പുറത്തേയും കൂടെ വന്നിട്ടുണ്ട്. ഇനി അടുത്തത് നമ്മൾ 3 നോക്കി, വാർപ്പ് നോക്കി, 12 നോക്കി, പക്കർ നോക്കി. ഇനി ബ്ലോട്ട് എന്ന് പറയുന്നത് ആ ഒരു പൊസിഷനിൽ നിന്ന് തന്നെ മുകളിലോട്ട് പുഷ് ചെയ്യും. കണ്ടില്ല, ആ സെൻറ്ററിൽ നിന്ന് പുഷ് ചെയ്യും, മറ്റേ സെൻറ്ററിലോട്ട് അട്രാക്റ്റ് ചെയ്യായിരുന്നു. എല്ലാത്തിലും ഓർത്ത് വെച്ചോ, ഇതിൽ നമുക്ക് ഇതിൻ്റെ ഇൻറ്റൻസിറ്റി എത്ര വേണമെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇനി അടുത്ത നമുക്ക് നോക്കാം, സ്കാലോപ്പ് ടൂൾ. ഇപ്പോൾ സ്കാലോപ്പ് ടൂള്, ക്രിസ്റ്റലൈസ് ടൂള്, റിങ്കിൾ ടൂള്, ഇത് 3 ഏകദേശം ഒരേപോലെയാണ്. അത് ഞാൻ കാണിച്ചു തരാം. സ്കാലോപ്പ് എടുത്തിട്ട്
ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അകത്തോട്ട് കണ്ടില്ലേ, അകത്തോട്ട് എന്താണ് അതിന് പറയണത്, ഇങ്ങനെതാ. ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ഈ ക്രിസ്റ്റലൈസ് എന്ന് പറയുന്നത്, പുറത്തോട്ടായിരിക്കും അത് വരുന്നത്, കണ്ടില്ലേ. അടുത്തത് റിങ്കിൾ എന്ന് പറയുന്നത് ചുറ്റും റിങ്കിൾസ് പോലെ, ചുളിവുകൾ പോലെ ആക്കും, കണ്ടില്ലേ. ഇത് നമ്മളിപ്പോൾ ഇങ്ങനെ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പോലെ ചെയ്യുന്നതേ ഉള്ളൂ. ഇത് നമ്മൾ ഓരോരുത്തടത്തും നമുക്ക് നല്ല രീതിയിൽ ഇതൊക്കെ ഉപയോഗിക്കാനായിട്ട് പറ്റും. ഇതൊക്കെ നമുക്ക് ഹാൻഡ് ഡ്രോൺ ആയിട്ടുള്ള കാര്യങ്ങൾ പോലെയൊക്കെ ചെയ്യാനായിട്ട് ഈ റിങ്കിൾ ടൂളൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നല്ലതായിരിക്കും. അപ്പോൾ ഇത് വെച്ചിട്ട്, ഈ ടൂൾസ് വെച്ചിട്ട് നിങ്ങൾക്ക് ക്രിയേറ്റീവായിട്ട് എന്താണ് ചെയ്യാൻ പറ്റുന്നതെന്ന് നോക്കാം. അപ്പോൾ ചെയ്യാൻ പറ്റുന്ന ക്രിയേറ്റീവായിട്ട് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത് നിങ്ങളിന്ന് ചെയ്തിട്ട് അതൊന്ന് എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ അയച്ചു തരിക. നമുക്ക് നോക്കാം എങ്ങനെ ഉണ്ടാവുമെന്ന്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതൊക്കെ ട്രൈ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളത് ഓർത്തിരിക്കും. ഇത് ജസ്റ്റ് കണ്ടുപോയി കഴിഞ്ഞാൽ അത് പെട്ടെന്ന് മറന്നു പോകും. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യാം. പുതിയൊരു വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.